Hello and welcome again to Global English Academy's new class, day 8. We had seen simple present, simple past, simple future, present continuous, past continuous and future continuous in the earlier classes. Today we are going to talk about the next one, the present perfect tense. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ് 8ാം ദിവസത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വെച്ചിട്ടാണ്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്താണ്? കഴിഞ്ഞു പോയത്. ഇപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും സിമ്പിൾ പാസ്റ്റും ഒരേപോലെ തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് ഗോൺ ഫോർ ട്യൂഷൻ. ഞാൻ ട്യൂഷന് പോയിരുന്നു. എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞു? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വെച്ചിട്ടാണ്. സെയിം അർത്ഥം തന്നെയാണ് ഐ വെൻറ്റ് ഫോർ ട്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ടെൻസുകൾ മാറുന്നു എന്നേ ഉള്ളൂ. അത് അർത്ഥം രണ്ടും ഒരേ അർത്ഥമാണ്. അപ്പം നിങ്ങൾക്ക് രണ്ടും ഒരേ സ്ഥാനത്ത് ഉപയോഗിക്കാം, പക്ഷേ ടെൻസുകൾ മാറിയിരിക്കും. മാറി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഐ ഹാവ് ഗോൺ ഫോർ ട്യൂഷൻ. അപ്പോൾ ഹാവ് ഉപയോഗിച്ച് പറയുമ്പോൾ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ എല്ലാ 2-3 ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഡു, ഡസ്, ഡിഡ്, കുഡ്, വുഡ്, ഷാൽ, മേ, മൈറ്റ്, വിൽ യൂസ് V1 ആൻഡ് ഹാസ്, ഹാവ്, ഹാഡ് വരുമ്പോൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടെൻസ്, വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടെൻസ് ഉപയോഗിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഐ ഹാവ് ഗോൺ ഫോർ ട്യൂഷൻ എന്ന് പറഞ്ഞത്. ഗോ വെൻറ്റ്, ഗോൺ. അപ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ഹാവ് ഗോൺ ഫോർ ട്യൂഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഐ വെൻറ്റ് ഫോർ ട്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം അർത്ഥം തന്നെയാണ്. പക്ഷേ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ്, അത് പാസ്റ്റ് ടെൻസ്. ആ ഒരു വ്യത്യാസം മാത്രമുള്ള അർത്ഥം രണ്ടും ശരിയാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക്. ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക്. ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ ഡിഡ് മൈ ഹോംവർക്ക് എന്ന് പറഞ്ഞത് ശരിയാണ്. അപ്പോൾ അതേ സ്ഥാനത്ത് തന്നെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക് എന്ന് ഇവിടെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക? ഹാവ് യു ഗോൺ ഫോർ ട്യൂഷൻ. ഫസ്റ്റ് നമ്മൾ ഉള്ളതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഹാവ് യു ഗോൺ ഫോർ ട്യൂഷൻ എന്ന് ചോദിച്ചു. നീ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നുവോ? അപ്പോൾ യെസ് ആണെങ്കിൽ എന്ത് പറയാം? യെസ് ഐ ഹാഡ്, അല്ല ഐ ഹാവ് ഗോൺ ഫോർ ട്യൂഷൻ. അല്ലെങ്കിൽ നോ ആണെങ്കിലോ? ഐ ഹാവ്, യെസ് ഐ ഹാവ് ഗോൺ ഫോർ ട്യൂഷൻ എന്ന് പറയാം. നോ ആണെങ്കിലോ? നോ ആണെങ്കിൽ നോ ഐ ഹാവിൻറ്റ് ഗോൺ ഫോർ ട്യൂഷൻ എന്ന് പറയാം. നോ ഐ ഹാവ് നോട്ട്, അതാണ് ഐ ഹാവിൻറ്റ് എന്ന് നമ്മൾ ഷോർട്ടിൽ എഴുതുന്നത്. ഐ ഹാവ് നോട്ട് ഗോൺ ഫോർ ട്യൂഷൻ എന്ന് പറയാം. ഞാൻ ട്യൂഷന് പോയിട്ടുണ്ടായില്ല എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ചോദ്യമാണ്, ഉത്തരമാണ് നമ്മൾ പറഞ്ഞത് യെസ് അല്ലെങ്കിൽ നോ ഉത്തരങ്ങളാണ് പറഞ്ഞത്. അടുത്തത് ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക്. ചോദ്യം ചോദിക്കാം. ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക് എന്ന് മുമ്പിൽ പറഞ്ഞതിൻ്റെ ചോദ്യം നമുക്ക് ഇവിടെ എങ്ങനെ ചോദിക്കാം? ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക്. നീ നിൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? അപ്പോൾ യെസ് ആണെങ്കിൽ യെസ് ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക് എന്ന് പറയാം. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റിലുള്ള പ്രയോഗമുണ്ട്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇനി വരും, പാസ്റ്റ് പെർഫെക്റ്റും കണ്ടിന്യൂസ് നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ചോദ്യം നമ്മൾ പറയുന്നത് ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക് എന്ന് ചോദിച്ചു. യെസ് ആണെങ്കിൽ യെസ് ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക് എന്ന് പറയാം. അല്ലെങ്കിൽ നോ ഐ ഹാവിൻറ്റ്, ഐ ഹാവ് നോട്ട് ഡൺ മൈ ഹോംവർക്ക്. ഇത്
ഇതിപ്പോൾ നമ്മൾ പല ടെൻസുകളിൽ പഠിക്കുന്നത് പലപ്പോഴും നമ്മളിപ്പോൾ അർത്ഥം ശരി ഒരേ അർത്ഥം തന്നെ വരികയാണെങ്കിൽ ടെൻസുകൾ മാറ്റി പറയുമ്പോൾ പറയുന്ന ശൈലികൾക്ക് മാറ്റം വരുത്താകുമ്പോൾ നമ്മളെ സംസാരത്തിന് നല്ലൊരു ഒഴുക്കോടുകൂടി സംസാരിക്കാൻ റിപ്പീറ്റേഷൻ ഒഴിവാക്കിയിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പല ടെൻസുകളും നമ്മൾ മാറി മാറി ഉപയോഗിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഐ വെൻറ്റ് ഫോർ ട്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് ഇതേ അർത്ഥം തന്നെയാണ്. ഐ ഹാവ് ഗോൺ ഫോർ ട്യൂഷൻ, ഐ വെൻറ്റ് ഫോർ ട്യൂഷൻ. രണ്ട് ടെൻസുകൾ മാറ്റമുണ്ട്, അർത്ഥം ഒന്ന് തന്നെയായിരിക്കും എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മളിതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡുകൾ വച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യുക? വാട്ട് വെച്ചിട്ട് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വേർഡാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ വേർഡാണ്. നീ വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്, നീ എന്താണ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നത്. വാട്ട് ഹാവ് യു ബോട്ട് ഫോർ മീ, വാട്ട് ഹാവ് യു ബോട്ട് ഫോർ മീ, നീ എനിക്ക് വേണ്ടി എന്താണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. വാട്ട് ഹാവ് യു ബോട്ട് ഫോർ മീ. വാട്ട് യു ഹാവ് എന്ന് ചോദിക്കുന്നതിന് നല്ലത് വാട്ട് ഹാവ് യു ക്വസ്റ്റ്യൻ വരുമ്പോഴേ ആ ശൈലിയിൽ ചോദിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആ ശരിക്കുള്ള ആ ഒരു പ്രയോഗം മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ എക്സാംസിന് IELTS മാരുള്ള അല്ലെങ്കിൽ OET മാരുള്ള എക്സാംസിന് പോകുമ്പോൾ ആ വ്യത്യാസമാർക്ക് കേട്ടാൽ മനസ്സിലാവും. നമുക്ക് ഒരുമാതിരി ഗ്രാഹ്യമുള്ള ശൈലിയിൽ നമ്മൾ സംസാരിക്കും. വാട്ട് ഹാവ് യു ബോട്ട് ഫോർ മീ. അപ്പോൾ സാധാരണയ്ക്ക് ആൾക്കാർ ചോദിക്കാറുണ്ട് വാട്ട് യു ഹാവ് ബോട്ട് ഫോർ മീ എന്ന് പറയും. അതല്ല കറക്റ്റ് പ്രയോഗം. വാട്ട് ഹാവ് യു ബോട്ട് ഫോർ മീ എന്ന് ചോദിക്കുന്നതാണ് പ്രയോഗം. ഇത് തേർഡ് പേഴ്സൺ സിംഗുലർ വരികയാണെങ്കിലോ, ഇപ്പോൾ വാട്ട് ഹാവ് യു വന്നൂടെ, ഇവിടെ യു വന്നു, സെക്കൻഡ് പേഴ്സൺ ആണ് വന്നത്. അപ്പോൾ നമ്മൾ ഈ ചോദ്യം തന്നെ തേർഡ് പേഴ്സൺ ഷീ അല്ലെങ്കിൽ ഹി വെച്ചിട്ട് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ചോദിക്കുക? ഹാവിൻ്റെ സ്ഥാനത്ത് ഇത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് പ്ലൂറലിൻ്റെ കൂടെയാണ് ഹാവ് ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞതുണ്ട്, ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ ഹാവ് ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ I, second person you, പിന്നെ ഇതിൻ്റെ പ്ലൂറൽ ഐയുടെ പ്ലൂറൽ വി, പിന്നെ എല്ലാ പ്ലൂറലും ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് പ്ലൂറൽ ദേ. ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കുക. നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ഹാവ് ആണ് ഉപയോഗിക്കുക. ഇത് തേർഡ് പേഴ്സൺ സിംഗുലർ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഉപയോഗിക്കുക? തേർഡ് പേഴ്സൺ സിംഗുലർ, ഫസ്റ്റ് പേഴ്സൺ കവറായി, സെക്കൻഡ് പേഴ്സൺ കവറായി. അപ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലർ, പ്ലൂരൽ നമ്മളിവിടെ കവറാക്കി കഴിഞ്ഞത് എന്ന് പറഞ്ഞത്. അപ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലർ. എന്താണ് സിംഗുലർ? he, she, it, that. ഇതൊക്കെയാണ് തേർഡ് പേഴ്സൺ സിംഗുലർ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ഏതാണ്? ഹാസ്. ഇതേ നമ്മൾ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് ഓൾ പ്ലൂരൽ. അതിൻ്റെ കൂടെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഹാവ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റിലെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് ഓൾ പ്ലൂരൽസ് ഹാവ് ഉപയോഗിക്കാൻ പാടുള്ളൂ. തേർഡ് പേഴ്സൺ സിംഗുലർ ഹി, ഷീ, ഇറ്റ്, ദാറ്റ് എന്നൊക്കെ പറയുന്നതിൻ്റെ കൂടെ ഹാസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളിലൊക്കെ അത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സിംഗുലർ തേർഡ് പേഴ്സൺ സിംഗുലർ വെച്ചിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കാം. തേർഡ് പേഴ്സൺ സിംഗുലർ വാട്ട് ഹാവ് യു ബോട്ട് ഫോർ മീ എന്ന് ചോദിച്ചു. വാട്ട് ഹാവ് യു ബോട്ട് ഫോർ മീ എന്ന് ചോദിച്ചു. അത് അവളെന്താണ് എനിക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ വാങ്ങിച്ചത് എന്ന് എങ്ങനെയാ പറയാ? വാട്ട് ഹാസ് ഷീ ബോട്ട് ഫോർ മീ എന്ന് ചോദിക്കാം. എന്താണ് നമ്മളിവിടെ ഹാസ് ഉപയോഗിച്ചു. ഷീ എന്താണ്? തേർഡ് പേഴ്സൺ സിംഗുലർ ആയ കാരണം കൊണ്ടാണ് നമ്മളവിടെ ഹാസ് ഉപയോഗിച്ചത്. പ്ലൂറൽ വരികയാണെങ്കിൽ ഹാവ് ഉപയോഗിക്കുള്ളൂ.
ദേ ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ദേ ഉപയോഗിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് വരിക നോക്കാം. പ്ലൂറൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആവുണ്ടോ നോക്കാം. വാട്ട് ഹാവ് എന്താണ് പ്ലൂറൽ ഉപയോഗിച്ച് കാരണം നമ്മൾ ദേ വന്ന കാരണം കൊണ്ട് നമ്മൾ ഹാവ് ഉപയോഗിച്ചു. വാട്ട് ഹാവ് ദേ ബോട്ട് ഫോർ മീ. ഫോർ മീ അവരെന്താണ് എനിക്ക് വേണ്ടി വാങ്ങിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ വാട്ട് ഹാവ് യു ബോട്ട് ഫോർ മീ എന്ന് ചോദിച്ചു. പ്ലൂറൽ ഉപയോഗിച്ച് നമ്മൾ ഇവിടെ കണ്ടു വാട്ട് ഹാവ് ദേ ബോട്ട് ഫോർ മീ പ്ലൂറലാണ്. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റില് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ഇതിൻ്റെ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൻ്റെയും പ്ലൂറലിൻ്റെയും കൂടെ നമ്മൾ ഹാവ് ഉപയോഗിക്കുന്നു. തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ കൂടെ നമ്മൾ ഹാസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഹാവ് ദേ ബോട്ട് ഫോർ മീ പ്ലൂറലാണ്, ഹാവ് നമ്മൾ ഉപയോഗിക്കുന്നു. അവൾ അവളുടെ എക്സാംസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ചെയ്തിരുന്നുവോ? ഹാസ് ഷീ കംപ്ലീറ്റഡ് ഹെർ എക്സാംസ്? ഹാസ് ഷീ കംപ്ലീറ്റഡ് ഹെർ എക്സാംസ്? ക്വസ്റ്റ്യൻ മാർക്കാണ്. തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് ഇവിടെ വന്നത്. തേർഡ് പേഴ്സൺ സിംഗുലർ വന്നപ്പോൾ നമ്മൾ ഹാസ് ഉപയോഗിച്ചു. ഓക്കെ, ഹാസ് ഷീ കംപ്ലീറ്റഡ് ഹെർ എക്സാംസ്? അവളുടെ എക്സാംസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അവർ ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലൂറലിൽ ചോദിച്ചു നോക്കാം. നമുക്ക് ദേ ഉപയോഗിച്ച് ചെയ്യാം. ദേ ഉപയോഗിച്ചു ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക, ഹാവ് വരുള്ളൂ അല്ലേ. പ്ലൂറൽ ഹാവ് ദേ കംപ്ലീറ്റഡ് എന്താണ് ഹെർ അവിടെ വന്നു. ഇവിടെ എന്ത് വരും? ഹാവ് ദേ കംപ്ലീറ്റഡ് ദെയർ എക്സാംസ്? അവരവരുടെ എക്സാംസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ഉപയോഗിച്ചത്? ദേ ഉപയോഗിച്ചു. പ്ലൂറൽ ഉപയോഗിച്ചപ്പോൾ നമ്മൾ ഹാവ് ആണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇത്ര ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. വളരെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല ഇത്. ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ ആൻഡ് ഓൾ പ്ലൂറൽസ്. ഫസ്റ്റ് പേഴ്സൺ ഐ ആൻഡ് യു പ്ലസ് ഓൾ പ്ലൂറൽസ് അതിൻ്റെ കൂടെ ഹാവ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് സിമ്പിളായിട്ടുള്ള ഇതാണ്, ഒരു സിസ്റ്റമാണ്. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ ആൻഡ് ആൾ പ്ലൂറൽസ് ഹാവ് ഉപയോഗിക്കണം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ സിംഗുലറായിട്ട് വരുന്ന ഇതിൻ്റെ കൂടെ നമ്മൾ ഹാസ് ഉപയോഗിക്കണം. ഏത്? തേർഡ് പേഴ്സൺ സിംഗുലറായിട്ട് വരുന്നത്. പക്ഷേ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഓൾറെഡി ഐ ഉണ്ട്, അത് നമ്മൾ ഹാവ് ഉപയോഗിക്കുള്ളൂ. അതിൻ്റെ പ്ലൂറലിൻ്റെ കൂടെ ഹാവ് ഉപയോഗിക്കുള്ളൂ. യു സിംഗുലർ ആയാലും ഹാവ് ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ സിംഗുലറും പ്ലൂറലിനും വേറെ അറിയാൻ പറ്റില്ല. അറിയുന്നത് നമ്മളെ പ്രയോഗത്തിലൂടെ മാത്രം തിരിച്ചറിയാൻ പറ്റുള്ളൂ സിംഗുലർ ആണോ പ്ലൂറലാണോ എന്നുള്ളത്. അതുകൊണ്ട് പ്ലൂറലാണെന്ന് കരുതിയിട്ടാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. അതിന് സിംഗുലർ ആയിട്ടുള്ളൊരു ഉപയോഗങ്ങൾ കുറവായിരിക്കും. പക്ഷേ രണ്ടിനും ഒരേ ശൈലിയിലുള്ള ഉപയോഗമാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് അതിന് വ്യത്യാസങ്ങൾ കാണാൻ സാധ്യതയില്ല. അപ്പോൾ ഹാവ് ദേ കംപ്ലീറ്റഡ് ആണ് കംപ്ലീറ്റഡ് ദെയർ എക്സാംസ്. ഓക്കെ, ഹാവ് ദേ കംപ്ലീറ്റഡ് ദെയർ എക്സാംസ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ യെസ് ആണെങ്കിൽ യെസ് ദേ ഹാവ് കംപ്ലീറ്റഡ് ദെയർ എക്സാംസ് എന്ന് പറയാം. നോ ആണെങ്കിലോ നോ ദേ ഹാവ് നോട്ട് അല്ലെങ്കിൽ ഹാവിൻ്റെ കംപ്ലീറ്റഡ് ദെയർ എക്സാംസ് എന്ന് പറയാം. നോ വരുമ്പോൾ യെസ് ദേ ഹാവ് കംപ്ലീറ്റഡ് ദെയർ എക്സാംസ് യെസ് ആണെങ്കിൽ പറയാം. നോ ആണെങ്കിൽ നോ ദേ ഹാവ് നോട്ട് കംപ്ലീറ്റഡ് ദെയർ എക്സാംസ് എന്ന് പറയാം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണിത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലെ റൂള് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് പേഴ്സൺ ഐ, സെക്കൻഡ് പേഴ്സൺ യു, പിന്നെ ഓൾ പ്ലൂറൽസ്. ഫസ്റ്റ് പേഴ്സൻ്റെ പ്ലൂറലായാലും സെക്കൻഡ് പേഴ്സൻ്റെ പ്ലൂറൽ യു തന്നെയാണ്. പിന്നെ മറ്റുള്ള തേർഡ് പേഴ്സൻ്റെ പ്ലൂറൽസും ഉപയോഗിക്കുമ്പോൾ
ഏതാ വരിക? ഹാവ് ആണ് വരുള്ളൂ പ്രസന്റ് പെർഫെക്റ്റിൽ. ഓക്കെ. ആൻഡ് സിംഗുലർ, തേർഡ് പേഴ്സൺ സിംഗുലർ ഉപയോഗിക്കുമ്പോൾ ഹാസ് ആണ് ഉപയോഗിക്കുക. പക്ഷെ ഇതിൻ്റെ എല്ലാം ഹാസ് ആയാലും ഹാവ് ആയാലും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ പ്രയോഗിക്കുമ്പോൾ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അത് പ്രസന്റ് ആയാലും ഹാസ് ആയാലും ഹാവ് ആയാലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പ്രസന്റ് പെർഫെക്റ്റിലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഫോം ഓഫ് ദ വെർബ് ഷുഡ് ബി യൂസ്ഡ്. ഓക്കെ. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ വരുമ്പോഴും അതൊക്കെ തന്നെയാണ് വരിക. ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ആരാണ് എൻ്റെ ബാഗിൽ നിന്നും പണം മോഷ്ടിച്ചത്? എങ്ങനെ ചോദിക്കുക? ആരാണ് എൻ്റെ, സിംഗുലറിലാണ് വരിക. ആരാണ്, ആരൊക്കെയാണ് എന്നല്ല നമ്മൾ ചോദിക്കുന്നത്. എത്ര ആളുണ്ട്, പ്ലൂറലല്ല. ആരാണ് എൻ്റെ ബാഗിൽ നിന്ന് പണം മോഷ്ടിച്ചത്? ഹൂ സിംഗുലറിലാണ് ചോദിക്കുന്നത്. ഹാസാ വരിക. ഹൂ ഹാസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരും വെർബിൻ്റെ. എന്താണ്? സ്റ്റീൽ, സ്റ്റോൾ, സ്റ്റോളൻ. സ്റ്റോളൻ മണി ഫ്രം മൈ ബാഗ്. ഫ്രം മൈ ബാഗ്. Who has stolen money from my bag എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താ ഇവിടെ? ഹാസ് വന്നിട്ടുണ്ട്. എന്താണ് പിന്നെ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ വന്നിട്ടുണ്ട്. ആരാണെന്നാണ് ചോദിച്ചത്. ഇത് ക്വസ്റ്റ്യൻ വേർഡാണ്. ആരാണ് മോഷ്ടിച്ചത്? അപ്പോൾ സിംഗുലർ ആയിട്ടുള്ള ഒരു പ്രയോഗമായ കൊണ്ട് മാത്രമാണ് നമ്മൾ ഹാസ് ഉപയോഗിക്കുക. ഹൂ ഓൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൂ ഓൾ ഹാവ് സ്റ്റോളൻ എന്നേ പറയുള്ളൂ. അപ്പോൾ പ്ലൂറലായതുകൊണ്ട് ഓൾ ഒച്ച കാരണം കൊണ്ട് ഒന്നും കൂടുതൽ ഉണ്ടായിരിക്കുന്നു കരുതിയിട്ട് ഹാവ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് വേറൊരു പ്രയോഗമാണ്. ഹൂ ഹാസ് സ്റ്റോളൻ മണി ഫ്രം മൈ ബാഗ് എന്നാണ് ചോദിച്ചത്. ആരാണ് എൻ്റെ ബാഗിൽ നിന്നും പണം മോഷ്ടിച്ചത്? അല്ലെങ്കിൽ ആരാണ് എൻ്റെ ബാഗിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്തത്? ഹൂ പ്ലൂറൽ ചോദിച്ചാൽ ഹൂ ഓൾ ആരൊക്കെയാണ്? ഹൂ ഓൾ ഹാവ് ടേക്കൺ. എന്താണ്? ഹാവ് ഉപയോഗിച്ചു. ടേക്കൺ ബുക്സ് ഫ്രം ദ ലൈബ്രറി പറഞ്ഞോളൂ. ഫ്രം ദ ലൈബ്രറി. ആരൊക്കെയാണ് ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്തത്? ഹൂ ഓൾ ഹാവ്. എന്താണ്? ഓൾ ഉച്ചാരണം ഒന്നിക്കൂടുതലുണ്ടെന്ന് ഉള്ള നിഗമനത്തിൽ നമ്മൾ ഹാവ് ഉപയോഗിക്കണം. ഹാവ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കാൻ പാടുള്ളൂ വെർബിൻ്റെ. ഹാവ് ഉപയോഗിച്ചു, ടേക്കൺ ഉപയോഗിച്ചു, പിന്നെ സാധാരണ സെൻറ്റൻസ് പറഞ്ഞ മാറ്റി പറയാം. ഹൂ ഓൾ ഹാവ് ടേക്കൺ ബുക്സ് ഫ്രം ദ ലൈബ്രറി. ലൈബ്രറിയിൽ നിന്ന് ആരൊക്കെയാണ് പുസ്തകങ്ങൾ എടുത്തത് എന്നാണ് ചോദിച്ചത്. ഓക്കെ. അപ്പോൾ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് മനസ്സിലായി. സിംഗുലർ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് ഓൾ പ്ലൂറൽ ഹാവ് ഉപയോഗിക്കും. അതിൻ്റെ കൂടെ പ്രസന്റ് പെർഫെക്റ്റിൽ തേർഡ് പേഴ്സൺ സിംഗുലർ വരുമ്പോൾ ഹാസ് ഉപയോഗിക്കാനേ പാടുള്ളൂ. പിന്നെ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കേണ്ടത്. എന്താണ് നമ്മൾ എഴുതിയതാണ് അത് മുകളിൽ. ഫസ്റ്റ് പേഴ്സൺ ഒന്നും കൂടി എഴുതി പറയാം. ഫസ്റ്റ് പേഴ്സൺ, I, second person, you. ഇതിൻ്റെയൊക്കെ പ്ലൂറല്. ഓക്കെ. അപ്പോൾ വി വന്നു. യു തന്നെയാണ്. പിന്നെ തേർഡ് പേഴ്സൺ സിംഗുലർ. ഇതിൻ്റെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് പ്ലൂറൽ ഹാവ് ഉപയോഗിക്കാൻ പാടുള്ളൂ. സിംഗുലർ തേർഡ് പേഴ്സൺ സിംഗുലർ ഹാസ് ഉപയോഗിക്കാനേ പാടുള്ളൂ. ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള നിയമം. പിന്നെ നമ്മൾ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബ്
ഓക്കെ. വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ് നമ്മൾ പറഞ്ഞു? എന്താണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞത്? ബൈ, ബോട്ട്, ബോട്ട്സ്, റെഗുലർ വെർബ്. പിന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ള ഗോ, വെന്റ്, ഗോൺ. അതിൽ ഗോൺ ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ബോട്ടാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ആ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുന്നത് അതാണ്. മൂന്നാമത്തെ V3 എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെർബ് 3യുടെ ഫോം. ഓക്കെ. അപ്പോൾ അത്രയും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഇത്രയ്ക്ക് ശ്രദ്ധിക്കാവുള്ളൂ. വളരെ സിമ്പിളായിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത്രയും 2-3 കാര്യങ്ങൾ അതൊരു പുസ്തകത്തിൻ്റെ ഒരു സൈഡിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. സൈഡിലായിട്ട് പെട്ടെന്ന് റെഫർ ചെയ്യാവുന്ന രീതിയിൽ ഓരോ ഇതിൻ്റെ റൂള് ഒന്ന് നോക്കി വയ്ക്കുക. ഞാനത് ഗ്രാമർ ആയിട്ട് പറയുന്നില്ല. ഗ്രാമറായിട്ട് സബ്ജക്റ്റ്, വെർബ്, പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ എഴുതുക. അപ്പോൾ അത് ഒരു ആൾക്കാർക്ക് കോംപ്ലിക്കേഷൻ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സിമ്പിൾ ഫോമിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഇത് പറയുമ്പോൾ സിംഗുലർ സബ്ജക്ട്സ് ആൻഡ് പ്ലസ് ഒബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുക സാധാരണ. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സിമ്പിൾ ഫോമിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ, ജനറൽ ആയിട്ടുള്ള സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. എങ്ങനെയാണ് സെൻറ്റൻസുകൾ ഇത് വെച്ചിട്ട് കേരളം 100% ലിറ്ററസി അച്ചീവ് ചെയ്തിട്ടുണ്ടോ, ഉണ്ടായിരുന്നുവോ? എങ്ങനെ ചോദിക്കുക? കേരള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ ആണ് അല്ലേ? ഏതൊരു സംസ്ഥാന രാജ്യത്തിനെ പറ്റി പറയുമ്പോൾ സിംഗുലർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഹാസ് ഉപയോഗിക്കും. ക്വസ്റ്റ്യൻ ആണ് ഹാസ് കേരള ഹാസ് മുമ്പ് ഉപയോഗിച്ചു. ഹാസ് കേരള അച്ചീവ്ഡ്, നേടുക, അച്ചീവ്ഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നതാണ്. അച്ചീവ്ഡ് റെഗുലർ വെർബാണ്. ED ചേർത്തിട്ടാണ് അതിൻ്റെ പാസ്റ്റ് ടെൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിളും വരുന്നത്. അപ്പോൾ 100% ലിറ്ററസിയാണ് ചോദിച്ചത്. 100% ലിറ്ററസി. 100% ലിറ്ററസി. നമ്മൾ ലിറ്ററസി നേടിയിട്ടുണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ യെസ് ആണെങ്കിൽ, അപ്പോൾ എന്താ പറയുക? യെസ് ആണെങ്കിൽ പറയും യെസ് കേരള ഹാസ് അച്ചീവ്ഡ് 100% ലിറ്ററസി എന്ന് പറയാം. 100% ലിറ്ററസി എന്ന് പറയാം. നോ ആണെങ്കിലോ നോ കേരള ഹാസ് നോട്ട് അച്ചീവ്ഡ് 100% ലിറ്ററസി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നേടിയിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു ചോദ്യത്തിനുള്ള ഉത്തരം, 2 ഉത്തരം വന്നേക്കാം. യെസ് അല്ലെങ്കിൽ നോ. യെസ് ആണെങ്കിൽ കേരള ഹാസ് അച്ചീവ്ഡ് 100% ലിറ്ററസി. നോ ആണെങ്കിൽ നോ കേരള ഹാസ് നോട്ട് അച്ചീവ്ഡ് 100% ലിറ്ററസി എന്ന് നമുക്ക് പറയാം. അടുത്ത ചോദ്യം എങ്ങനെ പോവാം എന്ന് ചോദിക്കാം, നോക്കാം. അടുത്ത പേജിലേക്ക് പോവാം നമുക്ക്. കർഷകർ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നുവോ? ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രിട്ടിസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എതിരഭിപ്രായം പറയുക, അല്ലെങ്കിൽ അവർ പറഞ്ഞതിന് എതിർത്ത് പറയുക, അതാണ് ക്രിട്ടിസൈസ് പറയുക എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാ ചോദിക്കുക? നമ്മുടെ കൃഷിക്കാർ ഹാവ് ഫാർമേഴ്സ് പ്ലൂറലാണ്. എന്താണ് ഹാവ്? പ്ലൂറലാണ് വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഹാവ് മുമ്പേക്ക് ഇട്ടു. ഹാവ് farmers criticized ഒക്കെ പറയുമ്പോൾ എസ്സാണ് നമ്മളോട് എഴുതുക. അവരൊക്കെ സെട്ടൊക്കെ എഴുതും. അമേരിക്കയിലൊക്കെ ആണെങ്കിൽ സി എന്ന് അവർ പറയാം. സെഡ് എന്ന് നമ്മൾ പറയുന്ന അവർ സി എന്ന് പറയാം. ഹാവ് ഫാർമേഴ്സ് ക്രിട്ടിസൈസ്ഡ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ് തട്ടുമുട്ട ഒരു ഇന്നത്തെ പോലെ തന്നെ പണിയുടെ തട്ടുമുട്ടും തുടങ്ങി. അപ്പോൾ ഒരിത്തിരി കൂടി ഇവിടെ ക്ലാസ്സുകളുടെ റെക്കോർഡിങ് നടക്കുമ്പോൾ കുറച്ച് വർക്ക്, അവരെ നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല, അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുക എന്താണ് ചോദിച്ചത്? ഹാവ് ഫാർമേഴ്സ് ക്രിട്ടിസൈസ് ദ ഗവൺമെൻറ്. അപ്പോൾ യെസ് ആണെങ്കിൽ എന്ത് പറയും? യെസ്
The farmers criticized the government എന്ന് പറയാം. Criticize the government എന്ന് പറയാം. അടുത്ത എങ്ങനെയാണ്? Why have farmers criticized the government? എന്തുകൊണ്ടാണ് ഇത് നോ പറയുകയാണെങ്കിൽ നോ the farmers have not, yes the farmers criticized have present perfect ആണ് നമ്മൾ എഴുതിയത്. criticize the farmers criticized എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് അല്ലേ? അപ്പോൾ അത് നമുക്ക് സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കാം, പക്ഷെ അർത്ഥം കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ നോ ആണെങ്കിൽ നോ ദ ഫാർമേഴ്സ് ഹാവ് നോട്ട് ക്രിറ്റിസൈസ്ഡ് ദ ഗവൺമെൻറ് എന്ന് നമുക്ക് പറയാം. എപ്പോഴാണ് കേരളം ഏറ്റവും കൂടുതൽ സഹിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്? സഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ സഹിക്കുക, സഫർ എന്ന് പറയാം. അപ്പോൾ വെൻ ഹാസ് കേരള സഫേർഡ് the most, superlative ഡിഗ്രിയാണ്. അതൊക്കെ പഠിപ്പിക്കുന്നതായിരിക്കും നിങ്ങളെ. ഡോണ്ട് വറി. വെൻ ഹാസ് കേരള സഫേർഡ് ദ മോസ്റ്റ്. ഇത് നമ്മൾ റിവൈസ് ചെയ്യും. ഓരോ സെൻറ്റൻസ് ഓരോ ഇതിലും നമ്മൾ ഈസ് ഉപയോഗിച്ച് വാസ് ഉപയോഗിച്ച് ഇത് ഉപയോഗിച്ചൊക്കെ ചെയ്യുന്നത് റിവൈസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. നമ്മളിപ്പോൾ സെൻറ്റൻസ് ക്രിയേഷൻ ജനറലൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒരു വേർഡിൽ നിന്ന് എത്ര സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറേ എത്തിക്കഴിയുമ്പോൾ റിവൈസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കമ്പാരറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി, പോസിറ്റീവ് ഡിഗ്രി ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന പോസിറ്റീവ് ഡിഗ്രി, കമ്പാരറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഒക്കെ പഠിപ്പിക്കുന്നതായിരിക്കും. പിന്നെ എന്താണ് ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്, റിപ്പോർട്ടഡ് സ്പീച്ച് എന്താണ്, അതെങ്ങനെ തിരിക്കുന്നു, അതൊക്കെ ഗ്രാമാറ്റിക് സ്റ്റൈലെല്ലാം തന്നെ നിങ്ങൾ പഠിപ്പിച്ചെടുത്തായിരിക്കും സിമ്പിളായിട്ട്. അപ്പോൾ വെൻ ഹാസ് കേരള സഫേർഡ് ദ മോസ്റ്റ് എന്ന് ചോദിച്ചു. ഏറ്റവും കൂടുതൽ സഹിച്ചത് എപ്പോഴാണ്? കേരള ഹാസ് സഫേർഡ് ദ മോസ്റ്റ് during flood, during the 2018 ഫ്ലഡ് എന്ന് പറയാം അല്ലേ? ഒരു ഉത്തരം അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. കേരള സഫേർഡ് ദ മോസ്റ്റ് ഡ്യൂറിങ് ദ 2018 ഫ്ലഡ് എന്ന് പറയാം. നമ്മുടെ 2018 ഫ്ലഡ് വെള്ളപ്പൊക്കത്തിലാണ് ഏറ്റവും കൂടുതൽ കേരളം സഹിച്ചതെന്ന് പറയാം. അല്ലെങ്കിൽ ഡ്യൂറിങ് കോവിഡ് സമയത്ത് ഇപ്പോൾ കേരളത്തിന് മാത്രമല്ല എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് പ്രത്യേകമായിട്ട് ഈ വെള്ളപ്പൊക്കം കേരളത്തിന് മാത്രം ബാധിച്ച ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് കേരളത്തിനെ പ്രത്യേകമായിട്ട് ബാധിച്ച ഏറ്റവും കൂടുതൽ ഇതായിട്ട് അനുഭവിക്കേണ്ടി വന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2018 ഫ്ലഡ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ചോദിക്കുക, എങ്ങനെയാണ് കേരളം പെട്ടെന്ന് ഡെവലപ്പായത്, വികസിച്ചത് എന്നാണ് അടുത്ത ചോദ്യം ചോദിക്കുക. ഹൗ ഹാസ് കേരള, എങ്ങനെയാണ് ഹൗ ഹാസ് കേരള, ഹൗ ക്വസ്റ്റ്യൻ വേർഡാണ്. ഹൗ ഹാസ് കേരള ഡെവലപ്ഡ് ഫാസ്റ്റ്, എങ്ങനെയാണ് കേരളം ഇത്ര വേഗത്തിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നു? നൗൺ ഫോമാണ് ഡെവലപ്മെൻറ്റ്. ഈ ഡെവലപ്മെൻറ്റ് കേരളാസ് ഡെവലപ്മെൻറ്റ്, മൈ ഡെവലപ്മെൻറ്റ്, ഹിസ് ഡെവലപ്മെൻറ്റ്, യുവർ ഡെവലപ്മെൻറ്റ്, അങ്ങനെയുള്ളൊരവസ്ഥ വരുമ്പോൾ നമ്മൾ നൗൺ ഫോം ഉപയോഗിക്കുന്നത്. മൈ, ഹിസ്, ദെയർ എന്നൊക്കെ പ്രയോഗങ്ങൾ വരുമ്പോഴാണ്, ആ ഫോമിൽ വരുമ്പോഴാണ് നമ്മൾ നൗൺ ഫോം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഹൗ ഹാസ് കേരള ഡെവലപ്ഡ് ഫാസ്റ്റ് എന്നാണ് ചോദിച്ചത്. എങ്ങനെയാണ് കേരളം ഇത്ര പെട്ടെന്ന് ഡെവലപ്പായത് എന്നാണ് ചോദിച്ചത്. എങ്ങനെയാണെന്ന്. കേരള ഹാസ് ഡെവലപ്ഡ് ഫാസ്റ്റ് ത്രൂ എഡ്യൂക്കേഷൻ. കേരള ഹാസ്
developed fast, through education. കേരളം വിദ്യാഭ്യാസം കൊണ്ടാണ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൊണ്ടാണ് ഇത്ര പെട്ടെന്നുള്ള ഡെവലപ്മെന്റ് വരാൻ കാരണം. എന്താണ്? ഇവിടെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നല്ല ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് അവർ യൂറോപ്പിലും ഇവിടെയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ കണ്ടമാനം ഡെവലപ്മെന്റ്, ഫോറിൻ എക്സ്ചേഞ്ച് വരാൻ തുടങ്ങി, കണ്ടമാനം ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട്. ഇവിടെ ഇൻഡസ്ട്രീസ് ഒക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വി ജസ്റ്റ് ഗോ ഔട്ട് ഇൻ സെർച്ച് ഓഫ് ബെറ്റർ ജോബ്സ്. അതൊരു ഹ്യൂമൻ നേച്ചറാണ്. നമ്മൾക്ക് ബെറ്റർ എൻവയറമെൻറ്റ് കിട്ടുക, ബെറ്റർ ബെനിഫിറ്റ്സ് കിട്ടുക, നല്ല ബെറ്റർ കമ്പനികൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നാച്ചുറലി നമ്മൾ പോയിട്ട് അവിടെ ജോലി ചെയ്യാൻ ശ്രമിക്കും. അത് ഒരു ഹ്യൂമൻ നേച്ചർ തന്നെയാണ്. അപ്പോൾ കേരളത്തിലെ മോസ്റ്റ്ലി ആൾക്കാരൊക്കെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. നല്ല വിദ്യാഭ്യാസപരമായിട്ട് വളരെ മുന്നിൽ നിൽക്കുന്നൊരു സംസ്ഥാനം തന്നെയാണ് കേരളം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടുതലായിട്ട് മോസ്റ്റ്ലി കേരളൈറ്റ്സ് ഒക്കെ പുറം രാജ്യങ്ങളിൽ പോയിട്ട് വെസ്റ്റേൺ വേൾഡിലാണ് നല്ല നല്ല ജോലികൾ, നല്ല നല്ല പൊസിഷൻസിൽ, നല്ല കഴിവുറ്റ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന രീതിയിലുള്ള പല മലയാളികളുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് കഴിയുമാറാകട്ടെ. അതിന് ഇംഗ്ലീഷ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അതുകൊണ്ട് ലേൺ ഇംഗ്ലീഷ് വെരി ഫാസ്റ്റ്. ആൻഡ് ഇഫ് യു ഹാവ് എനി മോർ ഡൗട്ട്സ് യു ക്യാൻ കോൺടാക്ട് മീ. ഇന്ന് ഞാൻ ഇവിടെ നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പം നല്ല കൂടുതലായിട്ട് അഡ്വാൻസ് ആയിട്ട് പഠിക്കണമെങ്കിൽ യു ക്യാൻ ജോയിൻ അവർ ഓൺലൈൻ ക്ലാസ്സസ്. അതിൽ കുറേ നല്ല രീതിയിൽ കുറച്ചും കൂടി കൂടുതൽ ടൈം കിട്ടും അതിൽ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ടൈം കിട്ടുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഡൗട്ട്സ് ഒക്കെ ഓൺ ദ സ്പോട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ കണ്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഈ വീഡിയോസ് തന്നെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു ലെവലിലേക്ക് എത്താൻ കഴിയുന്നത് തന്നെയായിരിക്കും. അതുകൊണ്ട് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക് my videos. Thank you very much.